ഹലോ എവ്രി വൺ വെൽക്കം. സോ ഇനി നമ്മൾ CSIR നെറ്റ് ബ്രെയിൻ ബൂസ്റ്റ് സീരീസ് ചെയ്യാൻ പോവാണ്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് CSIR നെറ്റിൽ വരാൻ ചാൻസുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് അതെങ്ങനെയാണ് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറെന്റ് ടോപ്പിക്കിൽ. അപ്പൊ ഇന്ന് നമ്മൾ ചൂസ് ചെയ്ത ടോപ്പിക് സോളിഡ് സ്റ്റേറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് പഠിച്ചവർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: എ ക്രിസ്റ്റൽ is made of particles A and B. A forms FCC packing and B occupies all the octahedral voids. If all the particles along the plane as shown in figure are removed, then the formula of the crystal would be. അതായത് നമുക്കിവിടെ ഒരു FCC ലാറ്റിസ് തന്നിട്ടുണ്ട്. ഈ ലാറ്റിസിൽ എയും ബിയും ആറ്റംസ് ആണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇതിൽ എ ഉള്ളത് എല്ലാ FCC ആണ്. FCC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, FCC എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് ആണ്. അപ്പൊ FCCയിലാണെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? FCC ആണെങ്കിൽ നമുക്ക് കോർണേഴ്സിൽ കാണാം. കോർണേഴ്സിലും അതുപോലെ എല്ലാ കോർണേഴ്സിലും എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസിനെ കാണാം. അതുപോലെ ഫേസ് സെന്റേർഡിലും ഫേസിന്റെ സെന്ററിലും നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാം. ഇപ്പം A പാർട്ടിക്കിൾ ആണുള്ളത്, അത് കോർണേഴ്സിലുണ്ട്, ഫേസിന്റെ സെന്ററിലും ഉണ്ട്. ഇനി B പാർട്ടിക്കിൾ എവിടെയാ ഉള്ളത്? ഇത് A പാർട്ടിക്കിൾ ആണ്, A പാർട്ടിക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ A പാർട്ടിക്കിൾ എത്രയുണ്ട് നോക്കാം. A പാർട്ടിക്കിൾ എത്രയുണ്ട് ടോട്ടല്? അതിന്റെ ഒരു എത്ര നമ്പേഴ്സ് ഓഫ് എഫക്റ്റീവ് നമ്പർ ഓഫ് A പ്രസന്റ് ഇൻ ദിസ് ക്യൂബിക് ലാറ്റിസ് നോക്കാം. എങ്ങനെയാണ്? കോർണേഴ്സിൽ ഉണ്ടെന്ന് പറയുമ്പോൾ 8 കോർണേഴ്സ് ഉണ്ട് നമുക്ക്. ഇതൊരു കോർണർ ആണ്, ഇതൊരു കോർണർ ആണ്, ഇത് ഒരു കോർണർ ആണ്, ഇത് ഒരു കോർണർ ആണ്. 4 കോർണേഴ്സ് ആയി. പിന്നെ നമുക്കുള്ളത് 5, 6, 7, 8 എല്ലാ കോർണേഴ്സിലുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ? എല്ലാ ഫേസ് സെന്ററിലും ഉണ്ട്. ഫേസ് എന്ന് പറയുമ്പോൾ ഇത് ടോപ്പ് ഫേസിലുണ്ട്, ഇത് നമ്മുടെ ബോട്ടം ഫേസിലുണ്ട്, പിന്നെ ലെഫ്റ്റ് ഫേസിൽ കാണാം, റൈറ്റ് ഫേസിൽ കാണാം, പിന്നെ നമുക്ക് ബാക്ക് ഫേസിൽ കാണാം, അതുപോലെ ഫ്രണ്ട് ഫേസിൽ കാണാം. ഇത്രയും A ഉള്ളു. എല്ലാ A മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ആണ് അവർ കൊടുത്തത്. നമുക്ക് എത്ര ഫേസസ് ഉണ്ട്? ഒരു ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ഫേസസ് ഉണ്ട്. ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്, ബാക്ക് 6 ഫേസസ് ഉണ്ട്. അപ്പൊ ഈ 6 ഫേസസിലും നമുക്ക് ആരെ കാണാം? A പാർട്ടിക്കിൾസിനെ കാണാം. പക്ഷെ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഈ ഒരു ഫേസിൽ A കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 1/2. ഇതിന്റെ മുകളിലും വേറെ ഒരു യൂണിറ്റ് സെൽ ഉണ്ടാവും. അങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടില്ല യൂണിറ്റ് സെൽ ഉണ്ടാവുക. എയുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ 1/2 ആണ് ഈ ഒരു സെല്ലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. കോർണേഴ്സ് നമുക്ക് എത്രയുണ്ട്? 8 ഉണ്ട് അല്ലെ? 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സ് ഉണ്ട്, പക്ഷെ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/8 ആണ് 8 കോർണേഴ്സിലും കൂടിയുള്ള കോൺട്രിബ്യൂഷൻ. ഒരു കോർണേഴ്സിലുള്ള കോൺട്രിബ്യൂഷൻ 1/8 ആണ്. കാരണം 8 യൂണിറ്റ് സെല്ലാണ് ഈ ഒരു കോർണറുള്ള ആറ്റംസിനെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 8 × 1/8 നമ്മൾ കൊടുക്കുന്നത്. 8 ടോട്ടൽ നമ്പർ ആണ്, 1/8 എന്ന് പറയുന്നത് അതിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇത് ചെയ്തതിന് നമുക്ക് എന്ത് വരും? 8 / 8 1, 6 / 2 3. അപ്പൊ ടോട്ടൽ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ A പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമ്മൾ ബിയിലേക്ക് വരിക. ബി എന്ന് പറയുന്നത് ഒക്കുപ്പൈസ് ഓൾ ദി ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്നാ പറഞ്ഞത്. ഒക്ടാഹെഡ്രൽ വോയിഡ്സിലാണ് ആരുള്ളത്? നമ്മുടെ ബി ഉള്ളത്. ഓക്കെ, ബി ഉള്ളത് ഒക്ടാഹെഡ്രൽ വോയിഡാ. ഒക്ടാഹെഡ്രൽ വോയിഡ് എവിടേക്കാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഒക്ടാഹെഡ്രൽ വോയിഡ് ഇരിക്കുന്നത് എല്ലാ എഡ്ജസിന്റെയും സെന്ററിലും. എത്ര എഡ്ജ് ഉണ്ട് നമുക്ക്? ഒരു ക്യൂബ് നോക്കിയാൽ നമുക്ക് 12 എഡ്ജസ് കാണാം. 12 എഡ്ജസിന്റെയും സെന്ററിൽ, ഓരോ എഡ്ജിന്റെയും സെന്ററിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു ബോഡി സെന്ററിലും ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരു എഡ്ജ്. അതിൽ നമുക്ക് ബി പാർട്ടിക്കിൾ കാണാം. ഈ എഡ്ജിന്റെ സെന്ററിൽ ഒരു ബി പാർട്ടിക്കിൾ ഉണ്ട്. ഈ എഡ്ജിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇതാണ് ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ പൊസിഷൻ. പിന്നെ ഈ എഡ്ജിന്റെ സെന്റർ ഇവിടെ കഴിഞ്ഞല്ലോ. ഇനി ഇവിടത്തേക്ക് വരികയാണെങ്കിൽ ഈ എഡ്ജിന്റെ സെന്റർ ആണ് ഇത്. അവിടെയും ഉണ്ട് ഒരു ബി പാർട്ടിക്കിൾ. ഈ ഒരു എഡ്ജിന്റെ സെന്ററിലും ഉണ്ട് ബി പാർട്ടിക്കിൾ. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വേറൊരു സെന്റർ, ഒരു എഡ്ജ് ഇതിന്റെ സെന്ററിലും ഉണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ഒരു എഡ്ജ് വരുന്നത്, ഇതിന്റെ സെന്ററിലുണ്ട്. ഈ ഒരു എഡ്ജിന്റെ സെന്ററിലുണ്ട്. പിന്നെ ഈ ഒരു എഡ്ജിന്റെ സെന്ററിലുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു എഡ്ജിന്റെ സെന്ററിലുണ്ട്. ഓക്കെ, പിന്നെ ഈ എഡ്ജിന്റെ സെന്ററിൽ ഇവിടെ കാണാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ പിന്നെ എവിടെയുള്ളത്? നമുക്ക് ബോഡി സെന്ററിലും കൂടി കാണാൻ വേണ്ടി പറ്റണം. ബോഡി സെന്റർ എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. അപ്പൊ എത്ര ഉണ്ട് നോക്കൂ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എഡ്ജസിലും ഉണ്ട്, അതുപോലെ ഒരു ബോഡി സെന്ററിലും ഉണ്ട്.
12 എഡ്ജസിലും ഉണ്ട്, ഒരു ബോഡി സെന്ററിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ എഡ്ജസിലും കാണുന്നുണ്ട്, എല്ലാ ബോഡി സെന്ററിലും കാണുന്നുണ്ട്. ഇതൊരു എഡ്ജ് 1 2 3 4 5 6 7 8 9 10 11 12 എഡ്ജസിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബോഡി സെന്ററിൽ, ഇതാണ് ബോഡി സെന്റർ, ഇവിടെയും കാണുന്നുണ്ട്. അപ്പൊ 12 എഡ്ജസ് ആണ്, 12 എഡ്ജസിലുണ്ട്. എഡ്ജസിന്റെ കോൺട്രിബ്യൂഷൻ 1/4 ആണ്. ഈ ഒരു എഡ്ജ് 4 യൂണിറ്റ് സെല്ലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/4. പിന്നെ നമ്മുടെ ബോഡി സെന്ററിൽ വരുന്ന ഈ ബി ഉണ്ടല്ലോ, ഇത് ആ ബോഡി സെന്ററിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രം സ്വന്തം അത്. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷനും 1 ആണ്. അപ്പൊ 1 ആണ് ബോഡി സെന്റർ ഉള്ളത്, അതിന്റെ കോൺട്രിബ്യൂഷനും 1 ആണ്. അപ്പൊ 1 × 1 അപ്പൊ എത്ര വരും? 12 / 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 1 4 ആണ് നമുക്ക് ബിയുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ effective number of B present in this crystal lattice is also 4. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്? A4 B4 എന്നാണ് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് AB എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇത് ഏതിന്റെ കേസ് ആണ്? നമ്മുടെ FCC ആയിരിക്കുമ്പോൾ. ഇനി ക്വസ്റ്റ്യൻ അതല്ല. ഇഫ് ഓൾ ദ പാർട്ടിക്കിൾസ് അലോങ് ദ പ്ലെയിൻസ് ആസ് ഷോൺ ഇൻ ഫിഗർ ആർ റിമൂവ്ഡ്. ഈ പ്ലെയിൻ ആണ് അവർ ഉദ്ദേശിച്ചത്. ഏതാ പ്ലെയിൻ? ഇവിടെ ഒരു പ്ലെയിൻ നടുക്കൂട്ട് ഒരു ഡയഗണലി ഒരു പ്ലെയിൻ കാണാം. ഓക്കെ, ഈ ഡയഗണലി ഒരു പ്ലെയിൻ കാണാം. ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ എയും കൂടി കട്ട് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരു പ്ലെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ പ്ലെയിനിലൂടെ ഉള്ള എല്ലാ ആറ്റംസിനെയും, ഈ പ്ലെയിനിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ടോ ആ ആറ്റംസിനൊക്കെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാ വരിക, അല്ലെങ്കിൽ ഫോർമുല എങ്ങനെയാ വരിക എന്നുള്ളതാണ് ചോദിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കാം എവിടേക്കാണ് വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് എനെ എടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ പ്ലെയിൻ. ഈ പ്ലെയിൻ മനസ്സിലായല്ലോ? ഈ കോർണറിന്ന് ഈ കോർണറിലേക്ക് നിങ്ങളൊന്ന് 3D വ്യൂ ചെയ്യണം. ഈ കോർണറിന്ന് ഈ കോർണറിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ സ്ലാൻഡിങ് സ്ലൈഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന എ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു സ്ലൈഡിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോയിന്റും വരുന്നുണ്ട്. 4 എ കോർണേഴ്സിലുള്ള 4 എയും ഈ പ്ലെയിനിൽ വരുന്നത്. അപ്പൊ ഈ പ്ലെയിനിലുള്ള ആറ്റംസിനൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഫോർമുല ചോദിച്ചത്. അപ്പൊ ഈ 4 എയും നമ്മൾ റിമൂവ് ചെയ്യണം. ഈ 4 എ എവിടെയുള്ളതാ? കോർണേഴ്സിൽ. അപ്പം റിമൂവ് ചെയ്യേണ്ട എ ഏതൊക്കെയാണെന്ന് നോക്കാം. റിമൂവ് ചെയ്യേണ്ട എയുടെ കോൺട്രിബ്യൂഷനും എണ്ണവും നോക്കാം. അപ്പൊ 4 കോർണേഴ്സിലുള്ള എ റിമൂവ് ചെയ്യണം. അതിന്റെ കോൺട്രിബ്യൂഷൻ എത്ര? 1/2 ആണ്. അപ്പൊ 4 × 1/2 പ്ലസ് അവിടെ കോർണേഴ്സിൽ മാത്രമാണ് ഉള്ളത്. ഇവിടെ ഒരു ഇതിനെ കാണാം, എനെ കാണാം. ഇതിന് ഇവിടെയും ഒരു എനെ കാണാം. ഇത് നമ്മുടെ ഫ്രണ്ട് ഫേസിലുള്ളതും ഇത് നമ്മുടെ ബാക്ക് ഫേസിലുള്ളതും. അപ്പൊ അതിനെ ടച്ച് ചെയ്തിട്ട് ഇത് പോകുന്നത്, ഈ രണ്ടിനെയും ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്, എനെയും എനെയും. അപ്പൊ ഇവിടെ ഫേസിലുള്ള 2 ആൾക്കാരെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ആ 2 ആൾക്കാരുണ്ട് ഫേസിലെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/8 ആണ് കോൺട്രിബ്യൂഷൻ വരിക. ഏതിലെ? കോർണേഴ്സിലാകുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്താണ്? 1/8 ആണ്. ഓക്കെ, 1/8 ആണ്. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4 × 1/8. ഓക്കെ, അപ്പൊ 4 × 1/8. ഈ 4 എന്ന് പറഞ്ഞാൽ കോർണേഴ്സിലുള്ളത്, അതിന്റെ കോൺട്രിബ്യൂഷൻ 1/8. പിന്നെ വരുന്ന 2 എ എന്ന് പറയുന്ന ഫേസിലാണ്. ആ 2 ഫേസിലുള്ള എ അതിനെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ടുള്ള ഫോർമുല കാണേണ്ടത്. അപ്പൊ ഒരു എ ഒരു ഫേസിലാണ്, മറ്റേ ഫേസിലാണ്. ഫേസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/8 ആണ്. അപ്പൊ 4/8 എന്ന് പറഞ്ഞാൽ എത്രയാ? 4/8 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 2/2 എന്ന് പറഞ്ഞാൽ 1. ഇത് എത്രയാണ് വരുന്നത്? 1/2 + 1 എന്ന് പറഞ്ഞാൽ 3/2 എനെ നമ്മൾ റിമൂവ് ചെയ്യണം. ടോട്ടൽ 4 എ ഉണ്ട്, അതിൽ 3/2 നമ്മൾ മാറ്റിയിട്ടായിരിക്കും ഇനി ഫോർമുല ചെയ്യേണ്ടത്. എയുടെ ആണ് എത്ര റിമൂവ് ചെയ്യണം? എയുടേതാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ബിയുടെ നോക്കാൻ പോവാം. അപ്പൊ ഇതിനെ നമ്മൾ റിമൂവ് ചെയ്തു, അതുപോലെ ഇതിനെ റിമൂവ് ചെയ്തു, ഇതിനെ റിമൂവ് ചെയ്തു, ഇതിനെ റിമൂവ് ചെയ്തു, ഇതിനെ റിമൂവ് ചെയ്തു, ഇതിനെ റിമൂവ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് 3/2 റിമൂവ് ചെയ്യണം എന്ന് മനസ്സിലായത്. ടോട്ടൽ 4 ആയിരുന്നു, ആ 4ൽ നിന്ന് 3/2 റിമൂവ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് എത്രയുണ്ട്? ലെഫ്റ്റ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 - 3/2 അല്ലേ? അത് എത്ര വരിക? 4 - 3/2 എന്ന് പറയുമ്പോൾ 8 - 3/2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 8, 8 - 3/2. 8 - 3 എത്രയാ? 5/2. അപ്പൊ ലെഫ്റ്റ് എ എത്രയാണ്? അല്ലെങ്കിൽ റിമൈനിങ് എ എന്ന് പറയുന്നത് 5/2 ആണ്. 4 ഉണ്ടായിരുന്നു, അതിൽ 3/2 നമ്മൾ കുറച്ചു, 5/2 കിട്ടി. ഇനി നമ്മൾ ബിയിലേക്ക് നോക്കാം. ബിയുടെ നോക്കുമ്പോൾ ഈ പ്ലെയിൻ ആണ് നോക്കേണ്ടത്. അപ്പൊ ഈ പ്ലെയിനിൽ ഏതൊക്കെ ബി ഉണ്ട് നോക്കാം. ഈ ഒരു ബി ഒരു പ്ലെയിനിലാണ് കാണുന്നത് അല്ലെ? ഈ ഒരു പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്നത് കാണാം. ഈ ബി ഉണ്ട്, ആ പ്ലെയിനിലൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പ്ലെയിനിലൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും പ്ലെയിനിൽ പാസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. വേറെ പ്ലെയിൻസിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലുള്ളത്. ഇത് നമ്മുടെ ബാക്ക് സൈഡിലുള്ളത്. ഈ ഒരു ബി ബാക്ക് സൈഡിലാണ്. പിന്നെ ഈ ബി എന്ന് പറയുന്നത് സെന്ററിലുണ്ട്. ഓക്കെ, ഈ സെന്ററിലുള്ള ബി ഏതിന്റെ പാർട്ടാ? ഈ ഒരു പ്ലെയിന്റെ പാർട്ടാ. പക്ഷെ ഈ ബി എന്ന് പറയുന്നത് ബാക്ക് സൈഡിലുള്ള, നിങ്ങളൊന്ന് 3D ഇമാജിൻ ചെയ്യണം. ഇതിങ്ങനെ സ്ലാൻഡിങ് ലൈനാ, ഒരു ക്യൂബിന്റെ സ്ലാൻഡിങ് ലൈൻ, കോർണേഴ്സിലാണ് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പം ആ സെന്ററിലുള്ള ബി ഉണ്ട്, ഈ 3 ബിയും ഈ ഒരു പ്ലെയിന്റെ ഭാഗമാണ്. ബാക്കിയുള്ള ബി ഒക്കെ നോക്കുമ്പോൾ ഈ ബി എന്ന് പറയുന്നത് എവിടെയാ ഉള്ളത്? ഈ സൈഡിലാണ് ഉള്ളത്. ഈ ഫ്രണ്ട് സൈഡിലുള്ള എഡ്ജിലാണ് ഇതുള്ളത്. അത് ഈ പ്ലെയിന്റെ പാർട്ടല്ല. അതുപോലെ ഇത് ഏതൊക്കെയാണ് പാർട്ട് അല്ലാത്തത്? നമുക്ക് ഈ ഇതിന്റെ അകത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇതിന്റെ പാർട്ടാണെന്ന്. ഈ ബി എന്ന് പറയുന്ന ഈ സ്ലൈഡിന്റെ പാർട്ടല്ല. അതുപോലെ ഇതും അല്ല, അതുപോലെ ഇതുമല്ല, ഇതുമല്ല. എന്തുകൊണ്ടാ? ഇത് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഈ ഒരു എഡ്ജാണ്. ഈ ഒരു എഡ്ജ് ഈ ഒരു പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നേ ഇല്ല. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നിയ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നതിൽ ടച്ച് ചെയ്യുന്നേ ഇല്ല ഈ പ്ലെയിൻ. ഈ പ്ലെയിന് ഇവിടെ ഈ കോർണേഴ്സിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും വരില്ല. ഇത് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലുള്ള എഡ്ജ് ഉണ്ടല്ലോ, ബാക്ക് സൈഡിലുള്ള എഡ്ജിലാണ് ആ ബി ഉള്ളത്. അതും ഈ പ്ലെയിനിൽ വരുന്നതല്ല. ഇത് ഫ്രണ്ടിലുള്ള എഡ്ജിലുള്ള ബി ആണ്. അതും ഈ ഒരു പ്ലെയിനിൽ വരുന്നേ ഇല്ല. ഈ ബാക്കിലുള്ള ഈ ഒരു ബി ഉണ്ടോ, ഇത് ബാക്കിലുള്ള ഈ ലെഫ്റ്റ് സൈഡ് ബാക്കിലുള്ള ഈ ആണ്. ഈ എ എന്ന് കണ്ടല്ലോ, ഇതിൽ 1, 2 എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു എഡ്ജിനൊക്കെ നോക്കൂ. 1, 2 എഡ്ജിലാണ്, 1, 2 എഡ്ജിന്റെ നടുവിലാണ് ഈ ബി ഉള്ളത്. അതുപോലെ ഈ ബി നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ 3, 4 എന്ന് മാർക്ക് ചെയ്യാം. 3, 4 എഡ്ജ് ഉണ്ടോ, അതിന്റെ സെന്ററിലാണ് ഉള്ളത്. ഇതൊന്നും ഈ പ്ലെയിന്റെ ഭാഗമല്ല. അതുപോലെ 2, 5 ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ബാക്കിലത്തെ എഡ്ജാ, അതിന്റെ സെന്ററിലാണ് ഈ ബി ഉള്ളത്. അതും ഈ പ്ലെയിന്റെ ഭാഗമല്ല. ഇതൊന്നും 3D നിങ്ങൾ ഇമാജിൻ ചെയ്യണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ 3 ബി മാത്രമാണ് ഈ പ്ലെയിനിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 ബിന്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. അപ്പൊ റിമൈനിങ് എത്ര കാണണം, എത്ര റിമൂവ് ചെയ്യേണ്ടത്, എത്ര കാണണം? റിമൂവ് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ എഡ്ജിലുള്ളത് 2 എണ്ണമാണ് എഡ്ജിലുള്ളത്. അപ്പൊ 2 ഇൻറ്റു എഡ്ജിന്റെ കോൺട്രിബ്യൂഷൻ എത്ര? 1/4 ആണ്. അതുപോലെ പിന്നെ എവിടെയുള്ളത്? ബോഡി സെന്ററിലാണ്. ബോഡി സെന്ററിലെ കോൺട്രിബ്യൂഷൻ എത്ര? 1 ആണ് അല്ലെ. ഇപ്പൊ 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 2/4. 2/4 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 1. ഇത് എത്രയാണ്? 3/2 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എത്ര റിമൂവ് ചെയ്യണം? ബി റിമൂവ് ചെയ്യേണ്ട ബി എന്ന് പറഞ്ഞാൽ 3/2 റിമൂവ് ചെയ്യണം. അപ്പൊ 3/2 റിമൂവ് ചെയ്യണമെങ്കിൽ എത്രയാണ് നമുക്ക് ഉണ്ടായിരുന്ന ബി? നമുക്ക് ഇനീഷ്യലി 4 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3/2 മൈനസ് ചെയ്യണം, നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ബി ലെഫ്റ്റ് എത്ര വരും, അല്ലെങ്കിൽ ബി റിമൈനിങ് എത്ര വരും? നമുക്ക് 4 ആയിരുന്നു ടോട്ടൽ ബി ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 3/2 നമുക്ക് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 8 മൈനസ് 3/2 ആ വരിക. 4 ഇൻറ്റു 2 8, 8 മൈനസ് 3/2 5/2 ആണ് വരുന്നത്. അപ്പൊ നോക്കിയാട്ടെ, എയുടെ കോൺട്രിബ്യൂഷനും 5/2 ആണ് വന്നത്, ബിയുടെ കോൺട്രിബ്യൂഷനും 5/2 ആണ് വന്നത്. ഏതിന്റെ കേസിൽ? നമ്മൾ ഈ പ്ലെയിൻ ഇട്ടപ്പം അതിൽ വരുന്ന ആറ്റംസിനൊക്കെ റിമൂവ് ചെയ്തപ്പം. അപ്പൊ ഫൈനൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എയുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എയുടെ നമ്പർ, എഫക്റ്റീവ് നമ്പർ 5/2, ബിയുടേതും 5/2. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് മാറ്റി എഴുതിക്കൂടെ? ഇതിന് രണ്ടിനെയും 5/2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്ന് കിട്ടൂലേ? സിംപ്ലസ്റ്റ് ഫോം ഇതല്ലേ. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത്? എ ബി തന്നെയാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പം ഇനീഷ്യലി ഏതായിരുന്നു? FCC ആണ്, പ്ലസ് ഒക്ടാഹെഡ്രലാണ് ബി ഉള്ളത്. FCCയിൽ എയും ഒക്ടാഹെഡ്രൽ വോയിഡിൽ ബി ഉള്ളപ്പോൾ നമുക്ക് കിട്ടിയ അതേ ഫോർമുല തന്നെയാണ് നമുക്ക് ഈ പ്ലെയിൻ ഇട്ടപ്പം അതിലുള്ള എലമെന്റ്സിനെ അല്ലെങ്കിൽ ആറ്റത്തിനെ റിമൂവ് ചെയ്തപ്പോഴും നമുക്ക് ഈ ഒരു സെയിം ഫോർമുലയാണ് കിട്ടിയത്. പക്ഷെ അവിടെ നമുക്ക് A4 B4നെയാണ് നമ്മൾ ചുരുക്കിയിട്ട് AB എന്ന് എഴുതിയത്. ഇവിടെ നമുക്ക് എത്രയായിരുന്നു? A 5/2 B 5/2 ആണ് നമ്മൾ ചുരുക്കിയിട്ട് AB എന്ന് എഴുതിയത്. അപ്പൊ സെയിം ആണ് ഇതിന്റെ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ ആ സെയിം നമ്പർ കൊടുത്തതിന് AB യിലേക്ക് കിട്ടും. ഇത് ഡിഫറെന്റ് ആണ്, A5ഉം B7ഉം ആണെങ്കിൽ നമുക്ക് ഇനൊന്നും ചെയ്യാനില്ല. A5 B7 എന്നുള്ളത് തന്നെ നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ A ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് നോക്കുക, നമ്മളോട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നും കൂടി ഉള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് മെയിൻ വേണ്ടത് 3Dയിൽ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഒരു പ്ലെയിനെ ഇതുപോലെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എല്ലാ ബിയും ഇതിന്റെ അകത്തുണ്ട് എന്നുള്ള. ഈ ബി മൊത്തം, ഞാനിവിടെ ക്രോസ് ഇട്ട ബി ഒക്കെ ഇതിന്റെ പാർട്ടാണെന്നായിരിക്കും തോന്നുക പെട്ടെന്ന്. പക്ഷെ ഇതൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ബി എന്ന് പറയുന്ന ഫ്രണ്ടിലേക്കാണ്, ഇത് ബാക്കിലേക്കാണ്, ഇത് ബാക്കിലേക്കാണ്, ഇത് ഫ്രണ്ടിലേക്കാണ്. ഇത് ഒരിക്കലും ആ പ്ലെയിനിൽ വരുന്നില്ല. അങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ഒരു 3D വിഷ്വലൈസേഷൻ നമുക്ക് ആവശ്യമുണ്ട്.
സോളിഡ് സ്റ്റേറ്റ് അതല്ലെങ്കിൽ ഗ്രൂപ്പ് തിയറി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.